ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ പരിഹസിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനോട് കയർത്ത് സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ. എടാ, നിന്റെ മരണസമയത്ത് ഏത് കൊലകൊമ്പൻ നിന്റെ മുന്നിൽ വന്ന് അത് ഉസ്താദാകട്ടെ, ആരിമാകട്ടെ, വലിയാകട്ടെ, ആര് നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ അത് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, അവിടുന്ന് പ്രവാചകന്റെ സ്വഹാബിയാണ്. അതാ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ അൽഖമർ റളിയല്ലാഹു തആല അൻഹു കിടക്കുമ്പോ സ്വഹാബികൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമയ്ക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ ഓടി വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. ഒന്നാമതായി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ സഹാബാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? അവിടുന്ന് പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബാ, വിളിച്ചുകൊണ്ട് വാ സഹാബാ. അൽഖമയുടെ ഉമ്മയെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. അവൻ എന്നെയും വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. യാ റസൂലല്ലാഹ്, പെറ്റ തള്ളയെക്കാളും അവന് സ്നേഹം അവന്റെ ഭാര്യയോടാ. എന്റെ മനസ്സു വല്ലാതെ വേദനിച്ചു നബിയേ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ അൽഖമ മരിക്കാൻ കിടക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ അതിന് പറയാൻ കഴിയൂ. അൽഖമയുടെ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എന്നെ ഒരുപാട് ദ്രോഹിച്ചതാ നബിയേ. അവൻ എന്നോടൊരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അവനെ അത്രയ്ക്കും സ്നേഹിച്ചവരാ. ഇന്നലെ കണ്ടവളെ കണ്ടപ്പോ എന്നെ മറന്നുപോയി നബിയേ. ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല യാ റസൂലല്ലാഹ്. അൽഖമയുടെ പ്രായം ചെന്ന മാതാവത് പറഞ്ഞു കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കള സഹാബാ. തന്റെ പൊന്നാര മകനെ തീക്കകത്തിട്ട് കരിക്കാ പറയുമ്പോ ഉമ്മ പറയുന്നു, വേണ്ട നബിയേ, അവൻ എന്റെ പൊന്നുമോനല്ലേ, എന്റെ പൊന്നാര മകനല്ലേ, എന്നെ എത്ര വേദനിപ്പിച്ചാലും എന്റെ മോനാണല്ലോ, അതുകൊണ്ട് ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു നബിയേ. ഉമ്മ പറഞ്ഞു തീരേണ്ട താമസം അൽഖമ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വഫാത്താവുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഉമ്മ ആരാണെന്നറിയാത്ത മക്കളുണ്ട്, ആരാണെന്നറിയാത്ത മക്കളുണ്ട്. എടാ, നിന്റെ ഉമ്മയാരെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? മോനെ, നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ 3 പ്രാവശ്യം പറഞ്ഞു, ഉമ്മ ഉമ്മ ഉമ്മ. കാരണം ഗർഭം ചുമന്നതു 10 മാസമല്ലയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ.
പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. എടാ 9.5 മാസം കാലം നിന്നെ ഗർഭം ചുമന്ന് കിടന്ന് നിന്റെ ഉമ്മയാണോ? നടക്കാൻ കഴിയാതെ കിടക്കാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പടച്ചവനെ പ്രയാസപ്പെട്ട് 9.5 മാസക്കാലം ചുമന്നത് ഉമ്മയാണ്, വാപ്പയല്ല. മോനെ മരണവേദനയുടെ വേദനയും നൊന്ന് പ്രസവിച്ചത് വാപ്പയല്ല, ഉമ്മയാണ്. നീ കിടന്ന് കരഞ്ഞപ്പോ രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യെങ്കിലും ഓടി വന്ന് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് തന്ന് വളർത്തിയത് ഉമ്മയാ. അതുകൊണ്ട് ഉമ്മയുടെ കാഴ്ചപറ്റിലാടാ സ്വർഗം കിടക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പയ്ക്ക് ബലയില്ല എന്നല്ലോ. സ്നേഹം വെളിയിൽ കാണാതെ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ വാപ്പയുണ്ടല്ലോ, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ, മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങിച്ചു വെക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഠിച്ചവരെ ഇന്ന് പെൺമക്കള് കാണിക്കുന്ന പേകൂത്തുകൾ സഹിക്കാൻ കഴിയാത്ത പേകൂത്ത എങ്ങനെ ധൈര്യം വരുന്നടി? ഫേസ്ബുക്കിൽ കയറിയിട്ട് ലൈവിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു? പഠിച്ചവനെ എന്തെല്ലാം വൃത്തികേടുകൾ പറയാൻ നിന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? ഈ ഫർദയും ധരിച്ചുകൊണ്ട് ഹിജാബും ധരിച്ചുകൊണ്ട് എത്രയോ വൃത്തികേടുകൾ പറയാൻ എങ്ങനെ കഴിയുന്നു പെങ്ങള്? മുസ്ലിമല്ലേടി പൊന്നുമോള്, മുസ്ലിമല്ലേടി പൊന്നുമോള്. കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളുടെ കാലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന യുവതലമുറയോട് പറയാനുള്ളത്, ഉമ്മ പറയുന്നതനുസരിക്കടാ പൊന്നുമോനെ. പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഇല്ല ഉമ്മ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയ ഒരു മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ? എന്റെ ചെറുപ്പക്കാരാ, ഉമ്മയുടെ അനുവാദമില്ലാതെ ടൂറ് പോകുന്ന യുവത്വമേ, സിനിമയ്ക്ക് പോകുന്ന യുവത്വമേ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന യുവത്വമേ, എന്റെ പ്രിയപ്പെട്ടവനെ, എടാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഫദ്ലെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. പടച്ചവനെ, ഉമ്മ മാത്രമാണുള്ളത്. ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ കൂട്ടുകാരൊരു ദിവസം പറഞ്ഞു, ഫദ്ലേ, ഞങ്ങളെല്ലാവരും നാളെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫദ്ലേ? ആ സമയത്ത് ഫദ്ല് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് അനുവാദം ചോദിച്ചിട്ട് പറയാ. എല്ലാവരും പറഞ്ഞു വരുന്നെങ്കിൽ നീ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാണ്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നിട്ട് നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നു, ഉമ്മ, എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണാൻ കൊതിയുണ്ട് ഉമ്മ. എല്ലാവരും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ ഒന്ന് പോകട്ടെ ഉമ്മ? വേണ്ടടാ ഫദ്ലേ, എന്റെ പൊന്നുമോ പോകണ്ട, എന്നെ ഒറ്റക്കിട്ടിട്ട് പോകല്ലേ. അവിടെ നിന്ന് ഉമ്മ മറുപടി പറയുകയാണ്. അവസാന കൂട്ടുകാർ മുഴുവനും മക്കത്ത് പോകാൻ ഒരുങ്ങി വരുമ്പോ ഫദ്ല് ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല, ഉമ്മ പോകാൻ പറയുന്നില്ല, പോകണ്ടെന്നാണ് പറയുന്നത്. കൂട്ടുകാര് ചോദിച്ചു, എടാ ഹറാമ് ചെയ്യാറല്ലോ, കണ്ണു കുടിക്കാറല്ലോ, വൃത്തികേടുകൾ ചെയ്യാറല്ലോ, അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോകാൻ പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞിട്ട് പിരിയുകയാണ്. ഫദ്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് രണ്ടാമതും കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, ഞാനും കൂടെ മക്കത്ത് പോകട്ടെ
ഉമ്മ. വേണ്ടടാ ഫദിലേ, വേണ്ടടാ ഫദിലേ. ഉമ്മ അവിടുന്ന് മറുപടി പറയുമ്പോ അവിടുന്ന് സഹിക്കാ കഴിഞ്ഞില്ല. വീടിന്റെ അകത്ത് കയറിയിട്ട് ചിന്തിച്ചു, അല്ലാഹ് ഉംറ ചെയ്യുന്നത് നല്ല കാര്യമാണല്ലോ, ഉമ്മ തടസ്സം നിന്നാ കുഴപ്പമില്ലല്ലോ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തനിക്ക് ആവശ്യമുള്ളത് മുഴുവനും എടുത്തുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി ഉമ്മയുടെ അനുവാദമില്ലാതെ ഉമ്മയുടെ മുന്നിലൂടെ ഇറങ്ങി പോവുകയാ. പോയല്ലേടാ പൊന്നുമോര്. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. കാലിൽ പിടിച്ചുകൊണ്ട് കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് 18 വർഷക്കാലം പൂറ്റി വളർത്തിയ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് പോകല്ലേ മോള് എന്ന് പറയുമ്പോ എനിക്ക് എന്റെ കാമുകനാണ് വേണ്ടതെന്ന് പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മറക്കല്ലേടി പൊന്നുമോള്. എന്ത് മറന്നാലും ഈ ചരിത്രം നീ മറക്കരുത്. ഞാൻ ചുമ്മാതെ പറഞ്ഞു തരുന്ന ചരിത്രമല്ല. അല്ലാഹുവേ, ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിന്റെ പൊരുത്തമില്ലാതെ വീട് വിട്ട് ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങുകയാ. അവസാനം കൂട്ടുകാര് മുഴുവനും മുമ്പേ പോയി ഉമ്മയെ കരയിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല. അവസാനം ഒരു പള്ളി കണ്ടപ്പോ ചിന്തിച്ചു, അല്ലാഹ് നമസ്കരിച്ച മനസമാധാനം കിട്ടുമല്ലോ നാഥാ. പെട്ടെന്ന് പുതുപെടുത്തു പള്ളിക്കകത്ത് കയറിയിട്ട് ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നാട്ടുകാര് ഓടി വന്ന് പിടിച്ചു കെട്ടുകയാണ്. കാരണം എന്തെന്നറിയുമോ? ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു. എല്ലാവരും പള്ളിയുടെ ഭാഗത്ത് കിടന്നു വരുമ്പോ ആ നാട്ടുകാരനല്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫദില് കള്ളനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ച് തല്ലുകയാ. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ? ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടത്തെ 2 കയ്യങ്ങ് വെട്ടി മുറിക്കുകയാ. അവിടത്തെ കാലങ്ങ് വെട്ടി മുറിക്കുകയാ. അവിടത്തെ 2 കണ്ണങ്ങ് ചൂഴ്ന്നെടുക്കുകയാ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പോയടാ. 2 കണ്ണും പോയി, 2 കാലും പോയി, 2 കൈയും പോയി. എല്ലാവരും ഫദിലിനെ കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫദില് വിളിച്ചു പറഞ്ഞ്, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാത്തതിന്, എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന്, എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. അവസാനം കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്. രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് വിളിച്ചു പോവുകയാ, അല്ലാഹുവേ എന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി അല്ലാഹ്, എന്റെ ആഖിറവും നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാ എനിക്ക് ഭാഗ്യമ തരണേ അല്ലാഹ്. തെരുവിൽ കിടന്നിട്ട് യാചിക്കുന്നു, ആരെങ്കിലും എന്റെ ഉമ്മാന്റെ അടുത്തൊന്ന് കൊണ്ടുപോവോ, ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് മരിക്കാരാ, ഇല്ലെങ്കിൽ എന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ. അവസാന തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആ വീടിന്റെ കവാടം തുറന്നൊരു ഉമ്മ ഇറങ്ങി വരികയാ. ആരാടെന്നറിയുമോ ഉമ്മ? ഈ ചെറുപ്പക്കാരനെ പരിചയമുണ്ടോ ഉമ്മ? പടച്ചവനെ അവിടുന്ന് പ്രായം ചെന്ന ഉമ്മ നോക്കുമ്പോ കണ്ണില്ലാതെ കാലില്ലാതെ കൈയില്ലാതെ രക്തത്തിൽ കുളിച്ച ആളാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഒരു ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. ആ ഉമ്മയ്ക്ക് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഉമ്മ എവിടെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോ തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫദില് വിളിക്കുന്ന ഉമ്മ, ഞാനാണുമ്മ. ഉമ്മയുടെ പൊന്നുമോ ഫദിലാ ഉമ്മ.
ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ ഉംറയ്ക്ക് പോയപ്പോ അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ ഉമ്മ. എനിക്ക് ഉമ്മാന്റെ പൊരുത്തം വേണം, എന്നെ ഉമ്മ ശപിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫളിലെന്ന് പറയുന്ന പൊന്നുമകൻ കിടന്ന് കരയുമ്പോ അല്ലാഹുവേ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ഓർത്തിട്ട് ഉമ്മ പിടിച്ച് തന്റെ പൊന്നാര മകനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ട് കരയുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഫുട്ബോൾ കളി കാണാ പോയതല്ലോ, കറങ്ങാൻ ഊട്ടിയിൽ പോയതല്ലോ, സിനിമയ്ക്ക് പോയതല്ലോ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണിന്റെ കഥയല്ലോ. ഉംറ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ. പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞോ പിന്നെ ഇറങ്ങല്ലേടാ പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച മാതാപിതാക്കളുടെ മനസ്സാ വാചാ കർമ്മണ നീ നിന്റെ ഉമ്മയെയോ വാപ്പയെയോ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ നിനക്ക് ശിക്ഷ മരണത്തിന് ശേഷമല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, സിറാത്തിലല്ല, നരകത്തിലല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്കുള്ള ശിക്ഷ തരുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്ന മക്കളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഉമ്മ പോണ്ട എന്ന് പറഞ്ഞാൽ പോണ്ട. ഇല്ല ഉമ്മ ഞാൻ പോകും, പോയതിന് കൊള്ള കൊടുത്ത ശിക്ഷയാ. കണ്ടവന്റെ കൂടെ കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് ഉമ്മ പറയാ പോലെ പോകണ വീങ്ങളല്ലെങ്കിൽ ഞാൻ പോകും, കാമുകം പോയി പുഴുത്ത് ചാവും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതേപ്പ പറയാനൊരു മടി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ഉമ്മയെ വ്യഭിചാരി എന്ന പേര് ദോഷം കേൾപ്പിച്ചിട്ട് പോകുന്നവർക്ക് അല്ലാഹു പിന്നെ സ്വർഗം കൊടുക്കും. നീ പറ. നാട്ടുകാര് പറയും ഇവിടുമാരൊക്കെ തിന്ന് എല്ലിന്റെ അകത്ത് കയറി കൊഴുപ്പ് കൂടുമ്പോ കണ്ടവന്റെ കൂടെ ഓടും സുഖിക്കാൻ. നാട്ടുകാര് പറയുന്നൊരു വാക്കുണ്ട്, പെണ്ണുങ്ങൾ പഠിച്ചോണം. നീ ഇറങ്ങി പോകുമ്പോ നിന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയും ഉമ്മാടെ സ്വഭാവം അല്ലേ മോള് കാണിക്കും. നീ പെറ്റ തള്ളയ്ക്ക് കൊടുക്കുന്ന പട്ടവതാടി, നീ നിന്റെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാ. എന്റെ നാട്ടുകാർ പറയണേ ഉമ്മാടെ സ്വഭാവം അല്ലേ മോൾ എന്ന് പറഞ്ഞാൽ ഉമ്മ വേലി ചാടുന്നവളാണ്. പെറ്റത്തിന് അത്രയെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ, പെറ്റതിന് അത്രയെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ. നാട്ടുകാരുടെ മുന്നിൽ തലപൊക്കാൻ കഴിയാതെ വീടിന്റെ അകത്തിരുന്ന് കരയുന്ന, നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന വാപ്പാടെ കണ്ണീരിന് വിലയുണ്ടടി. നേരെ രൂപയൊന്നും നീയൊന്നും മരിക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തല്ലണമെന്നൊന്നുമില്ല, ചീത്ത പിടിക്കണമെന്നില്ല, പട്ടിണി കിടണമെന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ഇബ്നു അബ്ബാസ് തങ്ങൾ അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, നീ എവിടെയെങ്കിലും ഒരുങ്ങിക്കെട്ടി നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളെല്ലാം കൂടെ എവിടെങ്കിലും കറങ്ങാൻ ഇറങ്ങി പോകുമ്പോ നിന്റെ വാപ്പ രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പയോ ഉമ്മയോ മോനെ വരുമ്പോ ഇത്തിരി മരുന്ന് വാങ്ങിക്കൊണ്ട് വരണേടാ എന്ന് പറയുമ്പോ നീ ഒരു ദേഷ്യത്തോടു കൂടി ഒരു നോട്ടം മതി അല്ലേ. എവിടെങ്കിലും കറങ്ങാൻ പോകുമ്പോ നിന്റെ ഉപ്പ പറഞ്ഞ നീ ഒരു നോട്ടം ഉണ്ട്, ഇപ്പോഴാണ് ഉപ്പ പറയണേന്ന്, ആ നോട്ടം മതിയടാ നിനക്ക് നരകത്തിൽ പോകാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിനക്ക് അല്ലാഹു അതിന്റെ ശിക്ഷ തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എഴുന്നേക്ക് വാ, എഴുന്നേറ്റ് വാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് വാ. കഴിഞ്ഞു എല്ലാം അടുത്തേക്ക് വാ, ഒന്ന് കാണാനാവാ. പുറത്ത് നിൽക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ അതിലെ പൊക്കോ, വണ്ടി എടുത്ത് വിട്ടോ, വീട്ടിൽ പോകും. നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും കാത്തിരിക്കുന്നുണ്ട്. പോകും ഇൻഷാ അല്ലാഹ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് കയറിക്കും. ഇൻഷാ അല്ലാഹ് വാ വാ പെട്ടെന്ന് പുറത്തേക്കുള്ള ചങ്ങായിമാരൊക്കെ ഒന്നി കയറിക്കും. കച്ചവടക്കാരൻ ബേക്കറിയൊക്കെ ഉള്ള കാക്കന്മാരെ ഇവിടെ നിൽക്കുന്നവന്റെ നിനി പൈസ മേടിക്കണ്ട, ഉള്ള പറക്കത്ത് കൂടെ പോകും. പെട്ടെന്ന് ഒന്നി അറുപത്തിട്ടാണ് ബിസ്മില്ലാ. കാരണം 40 പേരിൽ കൂടുതലുള്ള സദസ്സിൽ ദുആഇക്ക് ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവ് ഇത്രയും നല്ല ഒരു സദസ്സിൽ കയറി നിന്ന് ആമീൻ പറയാത്തവനെ പിന്നെ അഹങ്കാരി എന്നല്ലാവൻ എന്താ പറയാ? ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഇത് കണ്ടിട്ട് ഇവിടെ കയറി നിൽക്കാൻ മനസ്സില്ലാത്തവൻ വെളിയിൽ നിന്നും ആമീൻ പറയേണ്ട പൊക്കോ ഇൻഷാ അല്ലാഹ്. വീട്ടിൽ അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് പോണ്ടവരെ കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ്. 3 സ്വലാത്ത് സല്ലല്ലാഹു കഴിഞ്ഞു. കസേരൊക്കെ പിന്നെ പറക്കാം. നീ നിന്റെ കാര്യം നോക്ക്. നാളെ രാത്രി ഇതേ സമയത്ത് കബറി കിടക്കണം. നീ ഇനിയിപ്പോ കസേര പറക്കുന്ന കിട്ടാനല്ല. പക്ഷെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മരണം എത്തിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് വെള്ളിയാഴ്ച പോകാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പെട്ടെന്ന് ഇങ്ങോട്ട് വാ ചങ്ങായി, ബക്കറ്റൊക്കെ കള, തൊപ്പിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വാ കള, അതൊക്കെ കള. നീ നിന്റെ കാര്യം നോക്ക്. നീ പള്ളിക്കുഴി പോകുമ്പോൾ ആരാ വരാ? നിങ്ങൾ എന്തിനാ ഇരിക്കണത്? എഴുന്നേറ്റ്. ബിസ്മില്ലാ, കഴിഞ്ഞു. ഇനി നിന്നാ മതി, ഇരിക്കണ്ട. എഴുന്നേറ്റ് എത്ര വയ്യെങ്കിലും എഴുന്നേറ്റ്. ഇനി ഒരെണ്ണം ഇരിക്കരുത്. കാരണം എന്താ? ഇനി ദുആഇന്റെ സമയം. ഉമ്മയെ വേദനിപ്പിച്ചവന് കിട്ടുന്ന ശിക്ഷ പറയുമ്പോൾ നീ നിന്ന് കേൾക്കണം. ഇരിക്കരുത്. നിൽക്കാൻ പറയുമ്പോൾ 5 മിനിറ്റ് നിൽക്കാൻ വയ്യ. മോഡി പറഞ്ഞു 500 1000 മാറണമെങ്കിൽ നീ ബാങ്കിന്റെ മുന്നിൽ വന്ന് മണിക്കൂർ നിൽക്കുക. നിങ്ങൾക്കൊന്നും ഒരു അസുഖവും ഇല്ലായിരുന്നു. നല്ല രോഗം ഉണ്ടായിരുന്നോ? ഒരു പറയണില്ല ഞാൻ. ഒരു രോഗമില്ലായിരുന്നിട്ടാ നിനക്കിപ്പോ അസുഖം. അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നോ. അള്ളാഹുവേ, ഈ സദസ്സിൽ ആരൊക്കെ നിൽക്കുന്നു ഇവരെ നീ പരലോകത്ത് നിർത്തി ദുരിതം അനുഭവിക്കുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കണേ അള്ളാഹുവേ. പടച്ചവനെ, ഈ നിൽക്കുന്നവരെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വക്കത്ത് നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. സിറാത്ത് എന്ന പാലത്തിൽ ഈ കാല് നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഈ കാല് നീ തെറ്റി നരകത്തിൽ വീണു പോകുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കണേ തമ്പുരാൻ. ഇനി ആലോചിക്ക്, ഇരിക്കണോ നിൽക്കണോ നിങ്ങൾ തീരുമാനിക്കും. എന്റെ പ്രിയമുള്ള 4 ചങ്ങായിമാരെ വിളിച്ചപ്പോ എന്താ പള്ളിയുടെ പ്രസിഡന്റ് എന്താ അതുകൊണ്ടാ 4-5 പേര് ബക്കറ്റ് കളഞ്ഞിട്ട് കയറിക്കോളാൻ പറ. പള്ളിക്കൂടി പോകുമ്പോ ബക്കറ്റ് ഒന്നും കാണത്തില്ല എന്ന് വിളിച്ചേ. ആ 4 ഇക്കാമാരെ വിളിച്ച തൊപ്പിയിട്ട് നീല ഉടുപ്പിട്ട കാക്ക അത് കളഞ്ഞേരെ. അത് പോയാ പള്ളിക്കൊള്ളുന്നില്ല, കള്ളം കൊണ്ടുപോട്ടെ. എഴുതണ കാക്കായി കൂടെ നീ വിളിച്ചു കയറിക്ക്. നിങ്ങൾ വാപ്പാ, നിങ്ങൾ സ്വന്തം കാര്യം ചിന്താവാ. അവനവന്റെ കാര്യം നോക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഒരു പയ്യനെ ഉള്ളൂ. മോനെ കച്ചവടക്കാരൊക്കെ കടകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു ഇവിടെ വെച്ച് തരുന്ന 3 ശിക്ഷ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് മാതാപിതാക്കളെ മനസ്സാ വാച മനസ്സങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹു തരുന്ന 1ാമത്തെ ശിക്ഷ, നീ ഒരുപാട് കാലം ഈ ദുനിയാവിലുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ആയുസ്സങ്ങ് വെട്ടിച്ചുരുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എടാ, ഉമ്മാനെ വേദനിപ്പിച്ച നീ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കൂല. എന്റെ പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കുന്നില്ലാത്തത് പറഞ്ഞു കൊടുത്ത് തമ്മിലടിപ്പിച്ചിട്ട് എന്തിനാ ഒറ്റയ്ക്ക് വീട് കെട്ടിയിട്ട് സുഖിക്കാൻ? നീ സുഖിക്കൂല്ലടി. നിന്നെ അല്ലാഹു വിടൂല. നീ നിന്റെ ഭർത്താവിനെയും മാതാപിതാക്കളെയും തമ്മിലടിപ്പിച്ചിട്ട് മോനെ പോകല്ലേടാന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ചാലും നിന്റെ ഭർത്താവ് ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോകും. ഇല്ലേ? എന്റെ പെങ്ങളോട് പറയുന്നു, നിന്റെ ഭർത്താവ് മാതാവിനോടോ പിതാവിനോടോ പിണങ്ങിയ ഭർത്താവാണെങ്കിൽ ഇന്ന് രാത്രി നീ പോയിട്ട് മിണ്ടിപ്പിച്ചോ. ഇന്ന് രാത്രി നീ കാല് പിടിച്ച് കരഞ്ഞിട്ടാക്കി വിളിപ്പിച്ചോണം. നാളെ നേരം വിളിക്കുന്നവരെ കാത്തിരിക്കരുത്. നീ നിന്റെ ഭർത്താവിന്റെ പിണക്കം മാറ്റണം. പെണ്ണെ, ഭർത്താവിനോട് പറയുന്നു, നിന്റെ ഭാര്യ അവക്ക് പണം കിട്ടിക്കഴിഞ്ഞപ്പോ, വലിയ കൊട്ടാരൊക്കെ കിട്ടിയപ്പോ പെറ്റതല്ല അവക്കിപ്പോ വേണ്ട. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരു പെണ്ണാണെങ്കിൽ അവളോട് പറയണം, ഈ രാത്രി നീ ഫോൺ വിളിച്ചു പിണക്കം മാറ്റണം. ഇല്ലെങ്കിൽ മോളെ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഭർത്താവിനെ വെള്ള തുണിയെ പൊതിഞ്ഞിട്ട് കൊണ്ടുവെക്കുന്നത് കാണാൻ കാത്തിരുന്നു നീ. ഒരുപാട് കാലം നീ ജീവിക്കൂല. ഒരുപാട് കാലം അല്ലാഹു നിനക്ക് ജീവിക്കാൻ അവസരം തരൂല. നിന്റെ ഭർത്താവിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ, മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ ആയുസ് കുറയ്ക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന 2ാമത്തെ ശിക്ഷ, ഒരു നല്ല മരണം നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട.
നീ ഒരു നല്ല മരണം സ്വപ്നത്തിൽ പോലും നീ നല്ലൊരു മരണം എടാ പുഴുത്ത് നാറി എവിടെങ്കിലും കിടന്ന് ചാവൂടാ. കണ്ടിട്ടില്ലേ? മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. മുഖം കറുത്ത്, കണ്ണ് തെള്ളി, വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മൃഗങ്ങള് കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു വലിച്ച് കിടന്ന് കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചത്തുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുത്തരും അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ. ഇന്ന് പണം കൂടി ഇല്ലേ? എല്ലാത്തിനും ഇന്ന് കൊട്ടാരമുള്ള വീടുണ്ട്, നല്ല ബിസിനസ് ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. നിനക്കിതൊക്കെ എവിടെന്നാ കിട്ടിയേ? എന്റെ പാവപ്പെട്ട ഉമ്മ സുജൂദി കിടന്നിട്ട് കരഞ്ഞു, അള്ളാഹുവേ എന്റെ മോന് നീ ഒരു ജോലി കൊടുക്കണേ അല്ലാ. കാണുന്ന ഉസ്താദന്മാരോടൊക്കെ പറയും എന്റെ പൊന്നുമോന് വേണ്ടി സദസ്സിൽ പോകുമ്പോ കൈ കിടന്ന് ദൂരി കൊടുത്തിട്ട് എന്റെ പൊന്നുമോൻ ഗൾഫിൽ ഉസ്താദേ അവന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. നിനക്കങ്ങനെ ദുആ ചെയ്തൊരു ജോലി കിട്ടി. അപ്പോഴും ഉമ്മ പറഞ്ഞു, അള്ളാഹുവേ എന്റെ മോന് നല്ല ഒരു പെണ്ണിനെ കിട്ടണേ അല്ലാ. ദുആ ചെയ്തു. അങ്ങനെ ഉമ്മ ദുആ ചെയ്ത്, ഉമ്മയും വാപ്പയും ദുആ ചെയ്ത് നമുക്കൊരു ജോലി കിട്ടി. നല്ല പണമായി, നല്ലൊരു പെണ്ണൊരു പണക്കാരന്റെ മോളെ നീ വിവാഹം കഴിച്ചു. ഇന്ന് നിനക്ക് 2 നില വീടായപ്പോ നിനക്ക് നിന്റെ ഉമ്മാനെ വേണ്ടാതെയായി, നിന്റെ വാപ്പാനെ നിനക്ക് വേണ്ടാതെയായി. പെങ്ങളെ നിന്നെ പോറ്റി വളർത്തിയ ഉപ്പയുടെ രക്തം നിന്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണം നിന്റെ ഉപ്പയുടെ രക്തവാടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നാതെ പട്ടിണി കിടന്നിട്ട് ആ പാവങ്ങളെ കഷ്ടപ്പെട്ട് നിനക്ക് 30, 40, 50 പവൻ തന്ന് കെട്ടിച്ചു വിട്ട് നിനക്കിന്നൊരു ഗൾഫുകാരനെ കിട്ടി. ഇന്ന് നിന്റെ മക്കളും ഭർത്താവും മതി. പെറ്റ തള്ളയെ നീ തിരിഞ്ഞു നോക്കൂല. ഒന്ന് പോയി നോക്കാൻ നിനക്ക് സമയമില്ല. ഉമ്മച്ചി നിനക്ക് സുഖമാണോ എന്നൊന്ന് വിളിച്ചു ചോദിക്കാൻ നിനക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തിരിഞ്ഞു നോക്കാറില്ല. അല്ലാഹുവേ ഒരു പണക്കാരനെ കെട്ടിക്കഴിഞ്ഞപ്പോ ഇല്ലേ, ഒരു പെണ്ണിനെ കിട്ടി, നല്ലൊരു തന്റെ മകളെ കിട്ടി, ഇഷ്ടം പോലെ പൈസയൊക്കെ ആയി കഴിഞ്ഞ് 2 നില വീട് വെച്ചു. പ്രായം ചെന്ന ഉമ്മ നിന്റെ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രം ഒഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ആ പാവം തള്ള നിന്റെ വീടിന്റെ അകത്തുനിന്ന് കാർക്കിച്ച് തുപ്പിയാ നിന്നെ കൊണ്ട് പറ്റണില്ല അല്ലേ? നിന്റെ ഭാര്യ വന്നിട്ട് പറയുക എവിടെങ്കിലും കൊണ്ട് കളയാൻ. വേറെ മക്കളുണ്ടല്ലോ, ഫുട്ബോൾ തട്ടണ പോലെ തട്ടാൻ പറയുമ്പോ അള്ളാഹുവേ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മാന്റെ മുന്നിൽ പോയിട്ട് കലിതുള്ളിയിട്ട് ചാടുന്ന മക്കളെ, ഉമ്മാനോട് ദേഷ്യപ്പെടുന്ന മക്കൾ, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കൾ, അടിക്കാൻ കൈപൊക്കുന്ന മക്കൾ, എങ്ങനെ കഴിയുന്നതാ നിനക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും ബോധമുള്ള ഒരു ഉമ്മ കിടന്ന് മൂത്രമൊഴിക്കോ? ഏതെങ്കിലും പ്രായ ഒരു രോഗം, അല്ലാഹുവേ, ഏതെങ്കിലും നല്ല ബോധമുള്ള ഒരു ഉമ്മയും വാപ്പയും കിടന്ന് മൂത്രമൊഴിക്കോ? കാർക്കിച്ചു തുപ്പോ? ഇല്ല. അറിയാതെ അല്ലേ മനുഷ്യ? രോഗം പിടിച്ചിട്ടല്ലേ, പ്രായം ചെന്നതല്ലേ, നിന്റെ ഉമ്മയല്ലേ, നിന്റെ ഉപ്പയല്ലേ? പെട്ടെന്ന് കഴുകിയ പോയാ പോകട്ടെ, ഒന്ന് കഴുകിയാ പോകുമല്ലോ. ഒന്ന് തുടച്ചു കളഞ്ഞ ഉമ്മയല്ലേ തുപ്പിയത്, തുടച്ചു കളഞ്ഞ പോയല്ലോ. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു നിന്റെ ഉമ്മാനെ ചീത്ത വിളിക്കാൻ? നിന്റെ ഉമ്മാനോട് കയർക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്ന മനുഷ്യൻ? നീ ഇത്രയ്ക്കങ്ങ് വളർന്നുപോയോ? എന്തേ നിന്റെ പഴയ കാലം നീ ചിന്തിക്കാത്തത്? ഉമ്മയൊന്ന് മൂത്രമൊഴിച്ചപ്പോ, ഒന്ന് കാഷ്ടിച്ചപ്പോ, ഒന്ന് കാർക്കിച്ച് തുപ്പിയപ്പോ നിനക്ക് പറ്റണില്ല. പക്ഷെ ഞാനും നിങ്ങൾ എവിടെ കിടന്നാണെന്ന് ചിന്തിക്ക്. ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ശരീരത്തിൽ കിടന്ന് എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ കാഷ്ടിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മുഖത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. തല്ലിയിട്ടില്ലേ നമ്മുടെ ഉമ്മാനെ നമ്മൾ തല്ലിയിട്ടില്ലേ? നമ്മുടെ ഉപ്പാന്റെ മുഖത്ത് നമ്മൾ കാർക്കിച്ച് തുപ്പിയിട്ടില്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഉമ്മാനെ എങ്ങനെ മനുഷ്യ നിനക്ക് എങ്ങനെ കഴിയുന്ന നിന്റെ ഉമ്മാനെ? സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നത് പോലെ ഇബാദത്താ. നിനക്കിപ്പോ നോക്കാൻ എങ്ങനെയല്ലേ? ഉമ്മാനൊരു ചുംബനം കൊടുത്ത കാലം നിനക്ക് ഓർമ്മയുണ്ടോ? കാരണം നിന്റെ ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയില്ലേ? തൊലിയെല്ലാം ചുളുങ്ങി, മുടിയെല്ലാം നരച്ചുപോയി. സൗന്ദര്യമില്ലാത്ത ഉമ്മാനെ നിനക്ക് എങ്ങനെ ഉമ്മോക്കാനല്ലേ? നിനക്കെങ്ങോട്ട് ഉമ്മോക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഉമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ നീ ഒന്ന് അടുത്തു പോലും പോവില്ലല്ലോ.
രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാനെ ഒരു പട്ടിക്കൂട് പോലെയുള്ള റൂമിനകത്ത് കൊണ്ടുപോയിട്ട് നീ ഇട്ടിരിക്കല്ലേ, നിനക്ക് AC ഉമ്മായിക്കതില്ലല്ലോ. ആ രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാന്റെ കാല് ചുവട്ടി പോയിരുന്നിട്ട് കാലൊന്ന് നെക്കി കൊടുക്കും. ഉമ്മാന്റെ മടിയിലൊന്ന് തലവെച്ച് കിടക്കണം, ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കണം. അപ്പോഴേ ഉമ്മ ആരാണെന്ന് നമുക്ക് തിരിയും. ലോകത്ത് എവിടെ പോയാലും ആ ഉമ്മ തരുന്ന സ്നേഹത്തിന്റെ അപ്പുറം സ്നേഹത്തിനായി ലോകത്തൊരാളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ കാൽ ചുവട്ടിൽ കൈകൊണ്ട് പിടിക്കണം, ഉമ്മാന്റെ കാലിനടിയിൽ ചുംബിക്കണം. അതാ സ്വർഗം. അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് പോ മനുഷ്യ, നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. എന്റെ പെങ്ങളോട് പറയുന്ന, നിനക്ക് മക്കളും ഭർത്താവും മതിയില്ലേ? പെറ്റ തള്ളയെ മറന്നില്ലേടി, നീ നൊന്ത് പ്രസവിച്ചവളല്ലേ? നീ നൊന്ത് പ്രസവിച്ചവളാ, മറക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, നിങ്ങൾ ആരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഉമ്മാനെ തല്ലാൻ, നിങ്ങളുടെ വാപ്പയെ തല്ലാൻ നീ കൈപൊക്കിയിട്ടുണ്ടോ? നിന്റെ നാവ് കൊണ്ട് നീ ചീത്ത വിളിച്ചിട്ടുണ്ടോ? നിന്റെ മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കളും അത് തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ നെഞ്ചു പൊട്ടിയ വേദന നിനക്ക് തിരിച്ചറിയണമെങ്കിൽ നിന്റെ മക്കൾ നിന്നോടത് തിരിച്ചു ചെയ്യണം. നീ എവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചാലും, നിന്റെ ഉമ്മയുടെ മനസ്സു നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നോ പെങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കളും നിന്റെ നേരെ കൈപൊക്കും, നിന്നെ നോക്കിയിട്ട് ചീത്ത വിളിക്കും, നിന്നെ കിളവി എന്ന് വിളിച്ച് പരിഗണിക്കാതെ വീടിന്റെ അകത്തിട്ട് നരകിപ്പിക്കും. അതനുഭവിച്ചിട്ട് നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. കരുണക്കടലായ അല്ലാഹുവേ, നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കള് ഞങ്ങളോട് തിരിച്ചു ചെയ്താ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്, അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഞങ്ങളുടെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ പടച്ചവനെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുക. ചില മക്കള് ചാകാൻ വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാ. ഉസ്താദേ, വെള്ളിയാഴ്ച വന്നിട്ട് പറയും, എന്റെ ഉമ്മ ഇന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. എങ്ങനെ കഴിയുന്നു സഹോദര? നിന്റെ ഉമ്മയല്ലേടാ, നിന്റെ ഉമ്മയല്ലേ സഹോദര, നിനക്ക് എങ്ങനെ കഴിയുന്നു? ഉമ്മയും ബാപ്പയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നീ നോക്കി നോക്കി മടുത്തെങ്കിൽ അത് പറഞ്ഞാ പോരെ. നീ നോക്കി നോക്കി മടുത്തെങ്കിൽ അത് പറഞ്ഞാ പോരെ. നീ എന്തിനാ മരിക്കാൻ വേണ്ടി? നിന്നെ മോനേന്ന് വിളിക്കാൻ ഈ ലോകത്ത് നിന്റെ ഉമ്മയും ബാപ്പയല്ലേ ഉള്ളൂ. വേറെ ആരെങ്കിലും വിളിച്ച പാതിരാത്രി 12 മണിക്കാണെങ്കിലും രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ്, നിന്റെ ഉമ്മ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും നീ പാതിരാത്രി നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഉറങ്ങാതെ കിടന്നുകൊണ്ട് എന്റെ മോൻ വന്നോ എന്ന് ചോദിക്കുമല്ലോ. അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഉള്ളവർക്ക് അതിന്റെ വില അറിയില്ല, ഇല്ലാത്തവർക്ക് അവരുടെ വില അറിയും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ചാൽ മരണം വരുന്നതെന്നറിയില്ല. ഏത് സമയത്ത് ഏത് കോലത്തിലാ വരണമെന്നറിയില്ല. ഇത്രയും കാലം ഭാര്യക്കും മക്കൾക്കും കുടുംബക്കാർക്കും സഹോദരിമാർക്കും സംഘടനകൾക്കൊക്കെ വേണ്ടി ജീവിച്ചു. എല്ലാവരും വീട് വെച്ചു, പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു, മക്കൾക്കൊക്കെ വീട് വെച്ചു കൊടുത്തു, എല്ലാം ചെയ്തു. എല്ലാവരും എത്രയും നാളും ATM ആയിരുന്നു, വീടിന്റെ ATM. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പൊ നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചതായുള്ളൂ? ഞാൻ എന്റെ ഭാര്യക്ക് കൊടുത്തു, എന്റെ മക്കളെ കെട്ടിച്ചു, അതൊന്നും അള്ളാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇന്ന് രാത്രി മരിച്ചു പോയാൽ നിനക്ക് വേണ്ടി എന്താ നീ ചെയ്തു വെച്ചിരിക്കണേ? ആലോചിച്ചിട്ടുണ്ടോ? ഈ വയത് പറയുന്ന ഞാൻ ഇന്നിവിടെ നിന്ന് മരിച്ചു പോയാ നിങ്ങൾ ആരെങ്കിലും എന്നെ കൊണ്ടുപോകല്ലോ. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ആരെങ്കിലൊക്കെ കൂടെ വരും. ആരെങ്കിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവർ റൌഫോ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർ ആരെങ്കിലൊക്കെ എന്റെ കൂടെ വരും. എന്റെ ജനാസ വീട്ടിൽ കൊണ്ടുവച്ചു. എന്റെ ഭാര്യ സുമയ്യ എന്റെ 2 മക്കളെയും പിടിച്ച് അടുത്ത് വെച്ചിട്ട് അവർ ഇങ്ങനെ കരയും. എന്തു പറഞ്ഞിട്ട് കരണെന്നറിയോ? ഞാൻ എന്റെ അനുഭവം പറയാം, നിങ്ങൾ നിങ്ങളുടെ അനുഭവം ചിന്തിക്കാം.
എന്റെ ജനാസ എന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ 4 വയസ്സുള്ള എന്റെ സിനാനിനെയും 6 വയസ്സുള്ള എന്റെ നഈമിനെയും ചേർത്ത് പിടിച്ചിട്ട് എന്റെ ഭാര്യ സുമയ്യ നെഞ്ചത്തടിച്ച് കരയും. എന്ത് പറഞ്ഞിട്ട്? അല്ലാഹുവേ, ഇനി എനിക്കും എന്റെ മക്കൾക്കോ ആരാ അല്ലാഹ് ഉള്ളെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതിൽ കൂടുതൽ ഒരു ഉപദേശം വേണ്ട. നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും നമ്മളെ ഭാര്യ പറയുന്ന വാക്ക് അല്ലാഹുവേ, എനിക്കും എന്റെ മക്കൾക്കും ആരാ ഉള്ളെ? ഇന്നലെ വരെ തിന്നാൻ തന്നത് ഈ മനുഷ്യനാ, ഇങ്ങാരും പോയല്ലോ അല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യൻ സ്വാർത്ഥതയാകുന്നത് ആ സമയത്തും അവൾ അവളുടെ കാര്യമാണ് നോക്കണം, എന്റെ കാര്യമല്ല. അവക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബക്കാരുണ്ട്, കൂടപ്പുറപ്പുണ്ട്, സംഘടനകളുണ്ട്, ജമാഅത്തുകളുണ്ട്, ഒരുപാട് പേര് അവളെ സഹായിക്കാനുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വെറും കൈയോടെ പോകുന്ന അവൾ അപ്പോഴും ചോദിക്കുന്നത് അവളുടെ കാര്യമാണ്. സത്യത്തിൽ ചോദിക്കേണ്ടത് എന്തേ? അല്ലാഹുവേ, എന്റെ ഇക്കാനിനി ആരാ ഉള്ളെ? പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടുന്ന എന്റെ ഇക്കാൻ ആരാ ഉള്ളെ? സത്യത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണും അങ്ങനെ ചോദിച്ചിട്ടില്ല, ചോദിക്കുമെന്ന് തോന്നുന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് നിങ്ങളുടെ അവസ്ഥയും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക്. മക്കളെ വളർത്തി നല്ല നിലയിലാക്കി. പക്ഷെ വാപ്പ, നീ ചിന്തിച്ചു നോക്ക്, ഈ പറയുന്ന ഈ മക്കള് നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് ഒളിപ്പിക്കാൻ പോലും അവൻ അറിയത്തില്ല. ഇത്രയും കാലം നീ കാളെ പോലെ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? പട്ടിണി കിടന്നില്ലേ? എല്ലാം മക്കൾക്ക് വേണ്ടിയല്ലേ വാപ്പ? ഇവൻ അറിയോ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? നിന്നെ കുളിപ്പിക്കാൻ എടുക്കുമ്പോ ഒന്നേ എവിടെങ്കിലും ഇരുന്ന് കരയും, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കും എന്റെ ഉപ്പാനോ ഒന്ന് കുളിപ്പിക്കാവോ? അവസ്ഥ എന്റെ ഉമ്മമാരെന്ന് ചിന്തിക്കുന്ന 3-4 പ്രസവിച്ചതല്ലേ? അറിയോ നിന്റെ മോള് കുളിപ്പിക്കാൻ? ഒന്ന് ആലോചിക്കും. ഞാനൊരു മകനെ പോലെ ചോദിക്കാം, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുക. ഈ പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദെ നിങ്ങൾ എന്റെ പുറകെ നിൽക്കുക ഉസ്താദെ, ഞാൻ നിൽക്കാം ഇമാമത്ത്. പറയോ നിന്റെ മോൻ? പറവാപ്പ, അങ്ങനെ ഒരുത്തം നിനക്കുണ്ടോ? ഈ പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് എല്ലാരും പോയി ഒറ്റയ്ക്ക് ആ ഖബറിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ പറ്റുമോ നിന്റെ മക്കൾക്ക്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.